കൊട്ടിയൂരിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ദക്ഷന്റെ യാഗഭൂമിയായിരുന്നുവത്രേ ഇവിടം. തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തില് സതിയുടെ പിതാവായ ദക്ഷന് ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴികെ ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിച്ചു. എന്നാൽ ശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതീദേവി യാഗത്തിനെത്തി. ഈ യാഗഭൂമിയിൽ വെച്ച് ശിവഭഗവാനെ ദക്ഷൻ അപമാനിച്ചു. ഇത് സഹിക്കവയ്യാതെ ദേവി യാഗാഗ്നിയിലെ ജീവനൊടുക്കി. ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവന് കോപിഷ്ഠനായി. കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട പറിച്ച് നിലത്തടിച്ചു. ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രന് ജനിച്ചു. ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രന് യാഗഭൂമിയിലെത്തി. അവിടെ അക്രമം അഴിച്ചുവിട്ട വീരഭദ്രന് യാഗശാലയിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു. കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രന് ദക്ഷന്റെ ശിരസ് അറത്തെടുക്കുകയും ചെയ്തു. പിന്നീട് ശിവഭഗവാന് താണ്ഡവ നൃത്തമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നിച്ചിതറിപ്പോവുകയും ചെയ്തുവത്രേ. ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാന് വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവീദേവഗണങ്ങള് ശിവന്റെ അടുത്തെത്തി. അവരുടെ അഭ്യർത്ഥന മാനിച്ച മഹാദേവന് ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു. തല ചിന്നിച്ചിതറിപ്പോയിരുന്നതിനാല് ആടിന്റെ തല ചേർത്തുവെച്ചാണ് ജീവന് നൽകിയത്. പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയില് ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു. ശിവന്റെ സാന്നിധ്യമായി കണ്ട് ആ ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇത് തന്നെ